എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. അതായത് കോയമ്പത്തൂർ ഒരു പള്ളി, ഞാൻ കൃത്യമായിട്ടുള്ള സ്ഥലം പറയുന്നില്ല, ഒരു മാർക്കറ്റിനകത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഈ മാർക്കറ്റിൻ്റെ ഓഫീസ് ഉള്ളത്. ആ ഓഫീസിൽ 12 ദിവസവും മൗലിദ് നടക്കുമായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും മൗലിദ് കഴിയുമ്പോൾ അവിടെയുള്ള കടക്കാരിലേക്ക് പള്ളിയിലെ മൊല്ലാക്ക എന്ത് ചെയ്യും, ഈത്തപ്പഴം ചീരണിയായിട്ട് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അമ്മമാർ ശിർക്ക് ഇങ്ങനെ കൊണ്ടുവരാതീങ്കോ ശിർക്ക്. അപ്പോൾ ഈത്തപ്പഴത്തിൽ അമ്മമാർ ശിർക്ക് കണ്ടു. യാ അല്ലാ, പോട്ടെ, അമ്മമാർക്കത് ശിർക്കാണ്. അങ്ങനെ 12ൻ്റെ അന്ന് ടൺ കണക്കിന് അരി അവിടെ ഭക്ഷണമായി വെച്ച്, നല്ല ഭക്ഷണം ഒരുപാട് പാവപ്പെട്ടവരിലേക്ക് ആവശ്യക്കാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന, ദാനം ചെയ്യുന്ന മനോഹരമായ സദസ്സുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഈ ശിർക്ക് എന്ന് പറഞ്ഞവൻ ഈ ചോറ് മേടിക്കാനായിട്ട് മുമ്പിലുണ്ട്. ഏത് ഈ ശിർക്കാണെന്ന് പറഞ്ഞവൻ, ഏത് ഈന്തപ്പഴം ശിർക്കാണെന്ന് പറഞ്ഞവൻ ചോറ് മേടിക്കാൻ മുമ്പിലുണ്ട്. അപ്പോൾ മൊല്ലാക്ക വേഗം ഓടിച്ചു എന്നിട്ട് ചോദിച്ചു, അല്ലപ്പാ ഉന്നോட ശിർക്കെല്ലാം എൻ്റെ ചിന്ന പേച്ചും വെള്ളത്തിലെയാ, ഉനക്ക് ബിരിയാണി എല്ലാം അതിലെല്ലാം ശിർക്ക് കിടയാതാ നിനക്ക് മനസ്സിലായോ? അതായത് ഈ ചെറിയ ഈന്തപ്പഴം കാണുമ്പോൾ എനിക്കൊക്കെ ശിർക്ക്, ബിരിയാണിയിലൊന്നും നിനക്ക് ശിർക്കില്ല അല്ലേ? വല്ലാത്ത ജാതി തൗഹീദ് തന്നെ. ഒരു ദിവസം മൗലിദ് ഓതി കൊടുക്കണ ഈന്തപ്പഴത്തിൽ ശിർക്ക്, 12 ദിവസം മൗലിദ് ഓതിയിട്ട് കൊടുക്കണ നെയ്ച്ചോറിലും ബിരിയാണിയിലും ശിർക്കില്ല. ഇതെന്ത് ജാതി ശിർക്കാണോ?